കോഴിക്കോട്ടെ യാത്രക്കാർക്ക് എന്താണ് പറയാനുള്ളതെന്നാണ് നമ്മൾ നോക്കുന്നത്. ശുചീകരണം കുഴപ്പം തന്നെയാണ്, കാരണം അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയല്ലോ. അപ്പോൾ അതൊക്കെ മോശമാണ്, ഒന്നും കൂടിയൊക്കെ ഒന്ന് ഉഷാറാവണം. സുരക്ഷിതമാണ്. ഇപ്പോൾ ഈ സീസണായിട്ട് ഭയങ്കര തിരക്കും അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. ശുചിത്വക്കുറവ് തന്നെയാണ്. നമ്മൾ അന്യ സംസ്ഥാന തൊഴിലാളികൾ കയറിക്കൊണ്ടുള്ള ആ ഒരു ഇതാണ്, കയറിക്കൊണ്ടല്ല ആ ഒരു ഇതാണ് മലയാളീസിനെ കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടായിട്ട് കൂടുതൽ കാണിക്കുന്നില്ല. എലികളൊക്കെ കുറേ നമുക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഇതിന് മുമ്പ് പോകുമ്പോൾ ആപ്പിളൊക്കെ വെച്ചിട്ട് അവിടെ ആപ്പിളൊക്കെ എലി കടിച്ചിട്ട് കാണാൻ. പിന്നെ നമ്മൾ തിന്നാൻ എടുക്കുമ്പോൾ കാണുന്നത് എലി കടിച്ചിട്ടാണ് കാണുന്നത്. ശുചിത്വമില്ല, കുറേയൊക്കെ കുറവുണ്ട് ഭയങ്കര. പിന്നെന്ന് പറഞ്ഞെങ്കിൽ നമ്മളിപ്പോൾ റിസർവേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും വിചാരിക്കും യാത്ര ചെയ്യാനുള്ള സൗകര്യം നമുക്ക് കിട്ടുന്നില്ല. ഇവരൊക്കെ പറയുമ്പോൾ നമ്മളൊരു സ്കൂട്ടറിൽ രണ്ടാൾ ഒരു മൂന്നാൾ കയറിയാൽ പറയും അതിന് ഫൈനെന്ന്. ഈ ട്രെയിനിൽ പോയി എത്രക്ക് കയറാൻ പറ്റും നിങ്ങൾക്ക് ആക്കി പറയാൻ പറ്റുമോ? ട്രെയിൻ യാത്ര ഒട്ടും സുരക്ഷിതമല്ല. കളവ് പ്രശ്നമുണ്ട്. AC കോച്ചിൽ ഇറങ്ങാതെ മൊത്തം കളവാണ്. പിന്നെ ഇപ്പോൾ എലിയുടെ ശല്യം കുറേ ഉണ്ട്. എൻ്റെ ബാഗ് 2-3 പ്രാവശ്യം എലി കടിച്ചു കഴിഞ്ഞു. എന്നാലും പണ്ടത്തിനെക്കാട്ടി ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. ബട്ട് എന്നാലും കുറച്ചുകൂടെ നന്നായിട്ട് ഇമ്പ്രൂവ് ആയാം. റെയിൽവേ സ്റ്റേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ട്രെയിൻ എവിടെയാണ് വെക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. കാട്ടിൻ്റെ ഉള്ളിൽ അവിടെ എവിടെയൊക്കെയാണ്, പിന്നെ എത്രത്തോളം പ്രോപ്പറായിട്ട് അതൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എപ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്യുന്ന അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് സുരക്ഷിതമായ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ശുചിത്വം കമ്പാരിറ്റീവ്ലി ഞാൻ കുറേയൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ കേരളത്തിലാണ് പൊതുവെ ബെറ്റർ. ജനറൽ നമുക്ക് അങ്ങനെ സുരക്ഷിത പറയാൻ പറ്റില്ല, എന്നാലും ബാക്കി കോച്ചുകളെ കുഴപ്പമൊന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒന്നാമത്തെ കാര്യം നമ്മുടെയും കൂടെ കുഴപ്പമുണ്ട്. ഫുഡിൻ്റെ വേസ്റ്റും മറ്റുള്ളതും നമ്മൾ തന്നെ അതിനകത്ത് ഇൻസൈഡായിട്ട് കളയുന്നുണ്ട്. അതൊഴിവാക്കാമെങ്കിൽ കുറച്ച് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. അഡ്യൂക്കേറ്റ് ആയിട്ടുള്ള പാസഞ്ചേഴ്സിന് ആവശ്യമായ ട്രെയിൻ കേരളത്തിൽ ലഭ്യമല്ല. വളരെ തിരഞ്ഞ് പോകുന്നതും അതുപോലെ അൺറിസർവ്ഡായ ആൾക്കാരൊക്കെ കണ്ടമാനം കയറുന്നതൊക്കെ വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നു. ശുചിത്വമില്ല, പാമ്പ്, എല്ലാവിധ പ്രയാസങ്ങളും ഉണ്ട്. ശുചിത്വമില്ലായ്മ ഒരു ഇഷ്ടം പോലെ ഉണ്ട്. ജനറൽ കോച്ചിൽ, സീനിയർ കോച്ച്, പിന്നെ റിസർവേഷൻ കോച്ചിലും ഉണ്ട്. അതിപ്പോൾ ആരോട് പറയാനാ, ആര് കേൾക്കാനാ? പണ്ടത്തെ സിസ്റ്റമൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ എല്ലാ ഭിക്ഷക്കാർക്കും എല്ലാവർക്കും കയറി ഇറങ്ങി നടക്കാമല്ലോ. റെയിൽവേക്ക് എത്രമാത്രം ഉത്തരവാദിത്വം. ഇപ്പോൾ എല്ലാം ലാഭം നോക്കുകയാണല്ലോ, സെക്യൂരിറ്റി ഒന്നും ഇല്ലല്ലോ ഇപ്പോൾ. അതാണ് ഇത്. ശുചിത്വം കുറവാണ്, സ്മെല്ലൊക്കെ ഉണ്ടാവും. നമ്മൾ ആ ട്രെയിൻ പോയി കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണ് നമുക്ക് പുറത്ത് നോക്കുമ്പോൾ. സുരക്ഷിതം എന്ന് വെച്ചാൽ പിന്നെ ലേഡീസിന് സുരക്ഷിതമല്ല. അത് ഫുള്ള് തിങ്ങി കുത്തിട്ടാ പോകുന്നത്.